കഴിഞ്ഞ 2019 ലീഗിൻ്റെ വോട്ട് ശതമാനം എത്രയാണ് കേരളത്തിൽ? ഞാൻ മനസ്സിലാക്കുന്നത് 6% താഴെയാണ്, 5% അടുത്താണ്. അവർക്ക് കിട്ടിയിരിക്കുന്ന സീറ്റുകൾ 2ആണ്. CPIക്ക് കിട്ടിയിരിക്കുന്നത് സമാനമാണ്, 6%. പക്ഷേ അവർക്ക് ലഭിച്ചിരിക്കുന്ന സീറ്റുകൾ എന്ന് പറയുന്നത്, മത്സരിക്കാൻ കിട്ടിയ സീറ്റുകൾ 4ആണ്. പലപ്പോഴും ഇതാണല്ലോ നമ്മളൊരു ഇക്വേഷനായിട്ട് ഉപയോഗിക്കുന്നത്. ലീഗിന് എന്തുകൊണ്ട് 2 കിട്ടുന്നു, എന്തുകൊണ്ട് CPIക്ക് 4 കിട്ടുന്നു? ഈ ചോദ്യമാണ്. ഈ ചോദ്യം പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ലീഗ് അതിൽ പിന്തുടരുകയാണെങ്കിൽ, നേരത്തെ MP നികേഷ് കുമാർ പറഞ്ഞതുപോലെ അതിലൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അതിൽ വോട്ട് ചോർച്ചയ്ക്കുള്ള സാധ്യത മറ്റ് ചില മണ്ഡലങ്ങളിലെങ്കിലും അത് LDFന് അനുകൂലമായിട്ട് വോട്ട് മാറും. ചുരുങ്ങിയത് വടകരയിലെങ്കിലും അത് ദോഷം ചെയ്യുമെന്ന രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാരും കാണുന്നത്. അതാണ് ആ വിഷയത്തിൽ കെ മുരളീധരൻ്റെ ആദ്യ പ്രതികരണം ഉണ്ടാവുന്നത്. 3ാമത്തെ സീറ്റ് എന്നുള്ളത് ന്യായമാണ് എന്ന് പറയുന്നു. ഇപ്പുറത്ത് MM ഹാസൻ അതിൽ നിന്ന് തള്ളിക്കളയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ ആ പൊളിറ്റിക്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നത് വാസ്തവമാണ്, അത് ശരിയാണ്. പക്ഷേ ആത്യന്തികമായത് ഗുണം ചെയ്യുന്നത് കോൺഗ്രസിനായിരിക്കില്ല. മോദിക്കെതിരായിട്ടുള്ള ഇന്ത്യ മുന്നണി സഖ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലീഗ് ആ വിഷയത്തിൽ ഒരു പക്ഷേ പിന്നോട്ട് പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നോട്ട് പോകണമെന്നുള്ളതാണ് ആ കാര്യത്തിൽ എൻ്റെ വ്യക്തിപരമായ നിലപാട്. അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഇവിടെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്നിപ്പോൾ ആനി രാജ മത്സരിക്കാൻ വരുന്നു. ആനി രാജ മത്സരിക്കാൻ വരുമ്പോൾ വയനാട് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് എന്ന് ഒരു സംശയം എനിക്കുണ്ട്. ദേശീയ നിർവാഹക സമിതി അംഗമാണ് ആനി രാജ. കഴിഞ്ഞ 2019 ശരി, രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് മത്സരിക്കാൻ വന്നത് ശരിയല്ല. അത് കോൺഗ്രസിൻ്റെ സീറ്റാണ്, അത് UDFൻ്റെ സീറ്റാണ്. അവിടെ മത്സരിക്കുന്നതിനകത്ത് ഒരു ഇക്വേഷൻ ഉണ്ടെന്ന് പറയാം. 2 ദേശീയ നേതാക്കളാണ്, ഇന്ത്യ മുന്നണിയുടെ 2 ദേശീയ നേതാക്കൾ പരസ്പരം ഏറ്റുമുട്ടാൻ പോകുന്നു. മാത്രവുമല്ല, ഈ വരാൻ പോകുന്ന 3-ാം തീയതി പട്നയിൽ ഒരു ജനവികാസ് റാലി നടക്കുകയാണ്. ആ ജനവികാസ് റാലിയിൽ പങ്കെടുക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ കൈപിടിച്ച് നിൽക്കുന്നത് D രാജയാണ്. ഇവിടെ മത്സരിക്കുന്നത് ആനി രാജ. മാത്രമല്ല, അവിടുത്തെ മഹാഗഡ്ബന്ധനിൽ CPIക്ക് ഒരു സീറ്റുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾ വയനാട്ടിൽ പറയാൻ പോകുന്ന രാഷ്ട്രീയം എന്നുള്ളത് വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് ആനി രാജയുടെ ചോയ്സ് ആ രീതിയിൽ നിങ്ങൾ പറയാൻ പോകുന്ന രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തുമെന്നൊരു നിലപാട് എനിക്കുണ്ട്. അത് MP നികേഷ് കുമാർ അതെങ്ങനെയാണ് ശരിയാവുക? അത് CPIയുടെ സിറ്റിംഗ് സീറ്റ് അല്ലല്ലോ. ഞാൻ അടുത്ത ഘട്ടത്തിൽ അല്ല, CPIയുടെ സിറ്റിംഗ് സീറ്റ് ആണെങ്കിൽ അങ്ങ് പറഞ്ഞതുപോലെ അത് കോൺഗ്രസിന്റെ പരാധീനതയാണ്. അമേഠിയിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പാകുമ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു. ശരി, അത് കോൺഗ്രസിന്റെ സീറ്റാണ്. വൈ CPI is contesting a national leader there? വിചിത്രമായ വാദം. അതല്ല, നിങ്ങൾ നോക്കൂ, ഇത് ഔദാര്യത്തിന്റെ കാര്യമല്ല. എത്രയോ കാലങ്ങളായി മത്സരിക്കുന്നു. പക്ഷെ നിങ്ങൾ ആ സീറ്റിൽ വിജയിച്ച് കാണിക്കൂ. അതൊരു കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. സിറ്റിംഗ് MP ആയി മത്സരിക്കാൻ സാധ്യത ഇപ്പോഴും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയാണ് ദേശീയ നിർവാഹക സമിതി അംഗത്തെ നിർത്തുന്നത്. അത് പോട്ടെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി. എന്തിനാണ് വാരണാസിയിൽ നരേന്ദ്രമോദിക്കെതിരെ ജിഗ്നേഷ് മേവാനിയെ നിർത്താൻ തീരുമാനിച്ചത്? അതിലാർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. അവിടെ എന്താ പരസ്പരം മത്സരിക്കാത്തത്? അപ്പോൾ സോ ദ പിക്ചർ ഈസ് വെരി ക്ലിയർ. ഇവിടെ കേരള രാഷ്ട്രീയത്തിനെ മാത്രം നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ദേശീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ കഴിയില്ല. മെസ്സേജ് ഈസ് ലോസ്റ്റ്. ആ സന്ദേശം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്, സ്ത്രീ സാന്നിധ്യം. ഇപ്പോൾ ആനി രാജ വരുന്നതോടുകൂടി ഏറ്റവും വിന്നബിലിറ്റി കുറഞ്ഞ കാൻഡിഡേറ്റാണ് ആനി രാജ. അവിടെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ 3ാമത്തെ സ്ഥാനാർത്ഥി എത്തുന്നത്. മൊത്തമുള്ള 3 സ്ഥാനാർത്ഥികളിൽ 2 പേരും വിന്നബിലിറ്റി ഏറ്റവും കുറഞ്ഞ സീറ്റുകളിലാണ്. ഒന്ന് എറണാകുളത്തെ KJ ഷൈൻ, മറ്റൊന്നുള്ളത് വയനാട്ടിൽ ആനി രാജ. അപ്പോൾ സ്ത്രീപക്ഷ കേരളം എന്നുള്ളത് ടാഗ് ലൈനിലേ ഉള്ളൂ. അങ്ങ് ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ സ്ത്രീ സമത്വം ഒന്നും വിഷയമല്ല എന്ന നിലപാടിലേക്ക് എത്തും. അപ്പോൾ ആ വിന്നബിലിറ്റിക്ക് എന്താണ് ഇടതുമുന്നണി ഇവിടെ ഒരു പ്രധാനപ്പെട്ട ആയുധമാക്കി മാറ്റുന്നത്? വിന്നബിലിറ്റിക്കുള്ള ഒരൊറ്റ തിയറിയേ ഉള്ളൂ, പോപ്പുലാരിറ്റി. ആ പോപ്പുലാരിറ്റി ടാപ്പ് ചെയ്ത് വിന്നബിൾ ആവുക എന്നതാണ്. അതിൽ ഇടതുമുന്നണിയുടെ പ്രത്യയശാസ്ത്രം ആ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നുണ്ടോ? ദാറ്റ്സ് എ ഡിഫറൻറ്റ് ക്വസ്റ്റ്യൻ. എങ്കിൽ പോലും ആ ചോദ്യം അവിടെ പ്രസക്തമാണ് എന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇപ്പോൾ BJP നോട്ടം വയ്ക്കുന്ന സീറ്റുകളുണ്ടല്ലോ. അതിൽ തൃശ്ശൂരെ സീറ്റ്, അവിടെ VS സുനിൽകുമാറും TN പ്രതാപനും തമ്മിലുള്ള കനത്ത പോരാട്ടത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മുടെ സർവേ ഫലം വന്നിട്ടില്ല. എങ്കിൽ പോലും ഗ്രൗണ്ടിൽ അത് BJP ക്യാമ്പുകളിൽ വലിയ സന്തോഷമുണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ രാജാജി ആവുന്നതുകൊണ്ടാണ് മറുഭാഗത്ത് TN പ്രതാപന് അത്രയും വലിയ വോട്ടിൻ്റെ ഒരു കൺസോളിഡേഷൻ ഉണ്ടാവുന്നത്. TN പ്രതാപൻ ഒരു ചെറിയ മീനല്ല, ഇപ്പുറത്ത് VS സുനിൽകുമാറും ആ രീതിയിൽ ഹോൾഡ് കുറഞ്ഞ ആളല്ല. അവിടെയാണ് NDAയുടെ കണ്ണുകൾ ശക്തമാകുന്നതും. തൃശ്ശൂർ ഇപ്പോഴും NDAക്ക് ഒരു വിന്നബിളായ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയെ മാറുന്നു. അതാണ് തൊട്ട് മുമ്പ് PR ശിവശങ്കർ പറഞ്ഞത്. അനാലിസിസ് വളരെ ക്ലിയർ ആണ്. നിങ്ങൾ എന്താണോ ഈ CPIയും
ലീഗ് കോൺഗ്രസിനുള്ളിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇന്ത്യ മുന്നണിയിൽ തന്നെയുള്ളൊരു വിള്ളൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമാവുമ്പോൾ അവിടേക്കുള്ള ഒരു കടന്നുകയറ്റം ബി ജെ പി ആഗ്രഹിക്കുന്നുണ്ട്. അത് ബി ജെ പിക്ക് സാധ്യമാണെന്ന് അവർ കരുതുന്നു. അപ്പോൾ എൻ്റെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനി വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുന്ന വിഷയങ്ങൾ എന്തായിരിക്കും? കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിഷയങ്ങളാണോ അതോ സംസ്ഥാന സർക്കാരിൻ്റെ ആൻറ്റി ഇൻകംബൻസി ആയിരിക്കുമോ? ആൻറ്റി ഇൻകംബൻസിയാണ് ചർച്ചയാവുന്നതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പോപ്പുലാരിറ്റി വേഴ്സസ് ആൻറ്റി ഇൻകംബൻസി എന്നുള്ളതാണ്. CPM നിർത്തിയിരിക്കുന്ന ജനപ്രിയതയുള്ള നേതാക്കൾക്ക് ആൻറ്റി ഇൻകംബൻസി സംസ്ഥാന സർക്കാരിൻ്റെ മറികടക്കാൻ കഴിയുമോ? ഈ ചോദ്യമാണ്. പക്ഷേ അപ്പോഴും 7 മാസത്തെ കുടിശ്ശിക ബാക്കി നിൽക്കുകയാണ്. 13,000 കോടിയാണ് ഇനി കൊടുക്കാൻ പോകുന്നത് എന്ന് പറയുന്നു. വയനാട്ടിലടക്കമുള്ള പ്രദേശങ്ങളിൽ ഇന്നിപ്പോൾ ബിഷപ്പ് പാംപ്ലാനിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. നേരിട്ട് പിണറായി വിജയനാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഒറ്റയ്ക്ക് ഊരി പിടിച്ച കത്തിയുമായി പോകുന്നത് പോലെയല്ല ഈ പറയുന്ന കടുവയുടെയും പുലിയുടെയും ഒക്കെ ഇടയിലൂടെ ഒറ്റക്കൊമ്മൻ്റെ ഇടയിലൂടെ നടക്കുന്നത് എന്ന സ്റ്റേറ്റ്മെൻറ്റാണ് വരുന്നത്. അവിടെയും വോട്ട് ചെയ്യാൻ ഇങ്ങോട്ട് വരണ്ട എന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ ഒരു ആൻറ്റി ഇൻകംബൻസി സജീവമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളാണ് എന്ന് നമ്മൾ പറയുമ്പോഴും ഇന്ത്യ മുന്നണി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ ആശയത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് അക്കാര്യത്തിൽ നമ്മൾ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് മാത്രം നമ്മളെടുത്ത് പരിശോധിച്ചാൽ അതിലുണ്ട്. വിന്നബിലിറ്റി നമുക്ക് തീർച്ചയായും ചർച്ച ചെയ്യാം. അത് ഓരോ മണ്ഡലത്തിലെയും സ്വിംഗ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് രണ്ടാം ഘട്ടത്തിൽ ചർച്ച ചെയ്യാം എന്നാണ് ഞാൻ കരുതുന്നത്. Meet the editors.